സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ പാരായണ വേളയിൽ കാണാൻ സാധ്യതയുള്ള ചില അടയാളങ്ങളെ സംബന്ധിച്ചാണ് ഇനി ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു അടയാളം ഖുർആനിൽ കാണാം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഖ എന്ന അക്ഷരമാകുന്നു. ഖ എന്ന അക്ഷരത്തിന്റെ വാലും പുള്ളിയും ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുക്കൂനാണ്. ഖാലി എന്ന അർത്ഥത്തിൽ വരുന്ന സുക്കൂൻ. പഴയകാല മുസ്ഹഫുകളിൽ ഈ സുക്കൂന് ഒരു റൗണ്ട്, ഒരു വൃത്തമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു വൃത്തത്തെ ഖുർആനിൽ കാണാൻ സാധ്യമല്ല. നാം ഫോളോ ചെയ്യുന്നത് സൗദി അറേബ്യയിൽ നിന്നും ഇറങ്ങുന്ന ഹഫ്സുൻ അൻ ആസിം റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഖുർആനാണ് ഇപ്പോൾ നാം ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഖുർആനിൽ ഇതാണ് സുക്കൂൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റഅസുൽ ഖ ബിദൂൻ നുഖ്ത എന്നാണ് ഇതിന്റെ പേര്. റഅസുൽ ഖ ബിദൂൻ നുഖ്ത, പുള്ളിയില്ലാത്ത ഖാഇന്റെ തല എന്നാണ്. എഴുത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയാണ് ഖാഇന്റെ വാലും പുള്ളിയും ഒഴിവാക്കിയത്. ഖാലി എന്ന് പറഞ്ഞാൽ കാലി നമ്മൾ സാധാരണ പറയാറുള്ള ഖാലി, ഒന്നുമില്ലാത്ത ഒരു അടയാളം. അതാണല്ലോ സുക്കൂൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായി നോക്കൂ, ഇവിടെ കാണാം അം ഹിൽ ഹും. ഇവിടെ മീമിന്റെ മുകളിലും സുക്കൂനെ കാണാം, ലാമിന്റെ മുകളിൽ സുക്കൂനെ കാണാം, ഈ മീമിന്റെ മുകളിലും സുക്കൂനെ കാണാം. ഇതെല്ലാം തന്നെ പുള്ളിയില്ലാത്ത ഖാഇന്റെ തലയാണ് ഇവിടെ എല്ലാം കാണുന്നത്. ഇതാകുന്നു സുക്കൂൻ. അടുത്ത മറ്റൊരു അടയാളം, ഒരു ചതുരപ്പുള്ളി. ഇത് സാധാരണ ഖുർആനിൽ സൂറത്തുൽ യൂസുഫിലെ 11-ാമത്തെ ആയത്തിൽ ഈ പുള്ളിയെ കാണാം. അതാണ് മാ ലക ലാ തഅ്മന്ന എന്ന് പറയുന്ന ഈ സ്ഥാനത്ത് തഅ്മന്ന എന്ന നൂനിന്റെ മുകളിൽ ഇങ്ങനെ ഒരു അടയാളം കാണാം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ തഅ്മന്നുന എന്നുള്ള ഒരു ലൊമ്മിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെ ലാ തഅ്മന്നുന എന്നായിരുന്നു ഇതിന്റെ ഒറിജിനൽ. തഅ്മന്നു എന്ന് പറയുന്ന നൂനിന്റെ ലൊമ്മ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലഘട്ടത്തിൽ ഖുർആൻ എഴുതിയപ്പോൾ അന്ന് നഷ്ടപ്പെട്ടതാണ് ഈ ലൊമ്മ്. അതിന്റെ ആ നഷ്ടപ്പെട്ട ലൊമ്മിനെ നമുക്ക് അവിടെ ചേർക്കാൻ അധികാരമില്ല. അപ്പോൾ പണ്ഡിതന്മാരായ മുജദ്ദിദീങ്ങൾ അവരുടെ അഭിപ്രായ പ്രകാരം ആ നഷ്ടപ്പെട്ട ലൊമ്മിനെ ചുണ്ടിന്റെ ആക്ഷനിലൂടെ കൊണ്ടുവരണം, ഉച്ചരിക്കണം. അതിനു വേണ്ടി നിശ്ചയിച്ച ഒരു അടയാളമാകുന്നു ഇത്. ഇഷ്മാം എന്ന പേരിലാണ് ഇതിനറിയപ്പെടുന്നത്. ചുണ്ട് അല്പം കോട്ടി ഉച്ചരിക്കണം. ഇതുപോലെ മാ ലക ലാ തഅ്മന്ന, തഅ്മന്ന, തഅ്മന്നുന എന്ന് പറയേണ്ടതിന് ബദൽ ഈ ലൊമ്മ്, നഷ്ടപ്പെട്ട ലൊമ്മിനെ ചുണ്ടിന്റെ ആക്ഷനിലൂടെ കൊണ്ടുവരണം. മാ ലക ലാ തഅ്മന്ന, തഅ്മന്ന എന്നാണ് ഇവിടെ ഓതേണ്ടത്. എന്നാൽ ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്നും ഇറങ്ങുന്ന ഖുർആനിൽ ഈ അടയാളം കാണുന്നില്ല. അതിന് പകരം അതൊരു കറുത്ത പുള്ളിയായിരിക്കും. ഇപ്പോൾ 1430 ഇറങ്ങിയ മുസ്ഹഫ് പരിശോധിച്ചപ്പോൾ അതിൽ ഈ അടയാളത്തിന് പകരം ഒരു കറുത്ത പുള്ളിയാണ് ഉള്ളത്. ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതേപോലെയുള്ള മറ്റൊരു അടയാളം, അതായത് ചതുരപ്പുള്ളി, സൂറത്തുൽ ഹൂദിലെ 41-ാമത്തെ ആയത്തിൽ കാണാം. സൂറത്തുൽ ഹൂദിലെ 41-ാമത്തെ ആയത്തിൽ കാണാം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ശ്രദ്ധിക്കൂ, ഇതാണ് ബിസ്മില്ലാഹി മജ്ജി. ഈ റായിന് ഫതഹു ഇല്ല, കസ്റില്ല, ലമ്മും ഇല്ല. ഇതിന് ശേഷം വന്ന അക്ഷരം
യാവുമല്ല അലിഫുമല്ല. അപ്പോൾ ഇവിടെ എങ്ങനെ പാരായണം ചെയ്യും? ഇവിടെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഈ റാഇനെ അല്പം ഇമാലത്തോടു കൂടി ഉച്ചരിക്കണം. ഇമാലത്ത് എന്ന് പറഞ്ഞാൽ യകാരത്തോടു കൂടി. ബിസ്മില്ലാഹി മജ്റേഹ വ മുർസാഹ, ബിസ്മില്ലാഹി മജ്റേഹ വ മുർസാഹ എന്നാണ് ഇവിടെ ഓതേണ്ടത്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചതുരപ്പുള്ളിക്ക് പകരം ഒരു കറുത്ത പുള്ളിയാണ് ഇപ്പോൾ ഇറങ്ങുന്ന സൗദി മുസ്ഹഫിൽ കാണുന്നത്. അപ്പോൾ നാം പഠിച്ച സ്ഥിതിക്ക് ഈ ചതുരപ്പുള്ളി തെരഞ്ഞു നോക്കി നടക്കേണ്ട ആവശ്യമില്ല. ഈ സ്ഥാനത്ത് കറുത്ത പുള്ളിയും കാണാം. എന്നാൽ ഈ പുള്ളികളൊന്നും തന്നെ തിരൂരങ്ങാടി മുസ്ഹഫിൽ നാം കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചില സമയങ്ങൾ പല ആളുകളും ഇവിടെ തെറ്റിച്ചാണ് ഓതാറുള്ളത്. അപ്പോൾ ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക.